ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു രസത്തിൻ്റെ റെസിപ്പി. ഓക്കെ, ടൊമാറ്റോ രസം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 3 ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. 3 എണ്ണം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചത്. ഞാനിന്ന് വെയിറ്റ് നോക്കിയപ്പോൾ 350 ഗ്രാമിൽ കൂടുതലുണ്ട് കേട്ടോ. 3 ടൊമാറ്റോ. ഓക്കെ, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി, ഒരു 5 ഗ്രീൻ ചില്ലി ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗാർലിക്, കറി ലീഫ്, പിന്നെ പൊടികൾ എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. 1.5 ടീസ്പൂൺ നമുക്ക് ഇടാം. ഓക്കെ, ഞാനിപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂണോട് ഞാൻ ഇട്ടു കേട്ടോ. 1.5 ടീസ്പൂൺ അതെടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായം, ടീസ്പൂൺ കുരുമുളക്, കുറച്ച് വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. ഓക്കെ, ലാസ്റ്റ് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കടുക് മുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു വറ്റൽമുളകും കുറച്ച് കടുകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളിന്ന് ഈ കല്ലിട്ട് ചതച്ചെടുക്കാം. നിങ്ങളുടെ ചെറിയ ഗാർലിക് ആണെങ്കിൽ 6 എണ്ണം എടുക്കുക, ചെറിയ ഗാർലിക്. ഓക്കെ, വലുതാണെങ്കിൽ 3 എണ്ണം എടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്കിനി ഇത് രണ്ടും കൂടെ ഒന്ന് കല്ലിട്ട് ചതച്ചെടുക്കാം. നമുക്ക് ഈ കുരുമുളക് ഒന്ന് അതിട്ട് ചതച്ചെടുക്കാം. ഓക്കെ, അത് കഴിയുമ്പോൾ വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതയ്ക്കാം. ഇതിങ്ങനെ കുരുമുളക് പൊടിച്ചെടുത്ത് പിന്നെ നമ്മൾ ആ കഷ്ണമാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി അതിട്ട് കൊടുത്ത് കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചതച്ചെടുത്തിട്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് ആ ചതച്ച് വെച്ച വെളുത്തുള്ളി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഫ്ലെയിം കുറച്ച് വെച്ചത് കേട്ടോ. ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മതി കേട്ടോ. 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. അത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച് സ്ലിറ്റ് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറി ലീഫ്. ഓക്കെ, ഇതെല്ലാം കൂടെ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ആ എടുത്ത് വെച്ച മുളക് പൊടി 1.5 ടീസ്പൂൺ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കായം. ഓക്കെ, കായവും കൂടി ഇട്ട് നമുക്കൊന്ന് അതിനകത്തിട്ട് വഴറ്റിയെടുക്കുക ഇതെല്ലാം കൂടെ. ഓക്കെ, ഒരു 2 മിനിറ്റ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ അങ്ങനെ കുറവായിട്ട് തോന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതെല്ലാം കൂടെ 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വഴറ്റി കഴിഞ്ഞിട്ട് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഓക്കെ, ടൊമാറ്റോ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ടൊമാറ്റോ ആദ്യമേ ഇട്ട് കൊടുത്താൽ അതിനകത്ത് വെള്ളം ഇറങ്ങി വരും. ഓക്കെ, അപ്പം പിന്നെ നമുക്കിതൊന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഈ പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് 2 മിനിറ്റ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ച് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു 2 മിനിറ്റ് അങ്ങനെ ആക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ്, ഓക്കെ, ഉപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. മിനിറ്റ് ഞാനിങ്ങനെ ഒന്ന് തക്കാളി എല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ടോ. ഇപ്പം തന്നെ ആ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 2 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ചുകൂടി ഉപ്പിട്ടിട്ട്, അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഓക്കെ, അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, ഒന്ന് തിളയ്ക്കാൻ വേണ്ടി അടച്ച് വെക്കുക. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം. പക്ഷേ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, തിളച്ച് തൂവാതെ. ഓക്കെ, ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ. ഓക്കെ, ഇതിൻ്റെ കുറച്ച് ഫ്രഷ് കൊറിയാണ്ടർ ലീഫ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗാർണിഷ് ചെയ്തെടുക്കാം. കൊറിയാണ്ടർ ലീഫ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ കേട്ടോ, നന്നായിരിക്കും. ഇത് തിളച്ച് വരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരട്ടെ. ഓക്കെ, എനിക്കൊന്ന് ഉപ്പ് കുറവാന്ന് തോന്നുന്നു കേട്ടോ. ഉപ്പ് കുറച്ചുകൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ബാക്കി എല്ലാ ആവശ്യത്തിനുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരട്ടെ. ഓക്കെ, ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം, നമുക്ക് തുറന്ന് വെച്ചേക്കാം. ഓക്കെ, ഇതിപ്പോൾ തുറന്ന് വെച്ച് 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്തെടുത്ത് മതി. അപ്പോൾ ഓഫ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിനുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ജ്യൂസൊക്കെ ഇറങ്ങി നല്ല അടിപൊളി രസം ഈസ് റെഡി. നമുക്കൊന്ന് കുറച്ച് കടുക് വറുത്ത് ഇതിനകത്തിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് കടുക് വറുക്കാൻ ഒരു പാത്രമൊക്കെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് ഈ കടുകും മുളകൊക്കെ ഇട്ട് കൊടുക്കും. ഓക്കെ, തൊട്ട് കടുകും മുളകും ഇട്ട് കൊടുത്തു. വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടി വരുന്നുണ്ട്. പിന്നെ ഇത് ഓഫ് ചെയ്യാം. പൊട്ടി നമുക്ക് യമ്മി യമ്മി രസം റെഡി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഞാൻ സെർവിങ് ബോളിലോട്ടൊക്കെ മാറ്റി കുറച്ച് ഇതിനകത്തോട്ടിങ്ങനെ ഒഴിച്ചതാണ്. ഓക്കെ, ഈ പനിയൊക്കെ വരുമ്പോൾ നല്ലതായിരിക്കും ഈ രസം ഉണ്ടാക്കി കഴിച്ചാൽ. ഇതിനകത്ത് നിറയെ എന്താ പറഞ്ഞത്, വെളുത്തുള്ളി, പിന്നെ എന്താ പറയുക കുരുമുളക്, വേണമെങ്കിൽ നമുക്ക് കൊറിയാണ്ടർ ലീഫിനകത്ത് ഇട്ട് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല കൊറിയാണ്ടർ ലീഫ് ഇല്ലെങ്കിലും നന്നായിരിക്കും. ഞാൻ രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്യണേ. ഇതിപ്പം കൊറിയാണ്ടർ ലീഫ് ഇല്ലാത്തത് ഞാൻ ഇവിടെ കുറച്ച് റൈസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൊറിയാണ്ടർ ലീഫ് ഇല്ലെങ്കിലും നന്നായിരിക്കും കേട്ടോ. സിമ്പിളായിട്ടുള്ള രസവും. കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാം അല്ലേ. ആ കായൊക്കെ ഇട്ട് വെച്ച് അടിപൊളി രസം. ഓക്കെ, നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. കുരുമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കായം അല്ലേ, എല്ലാം നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള കാര്യങ്ങളാണ് തിങ്സ് ആയിട്ടേക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പം പനിയോ അല്ലെങ്കിൽ തൊണ്ടയിൽ കിച്ച് കിച്ച് പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കാം, അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പം ഇനി വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.